ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ്. അത് മനോഹരമായിട്ടുള്ള സാറ്റൻ റിബൺ ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിങ്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിങ്ക് കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എങ്കിൽ കൂടിയും നല്ല ഭംഗിയായിരിക്കും പിങ്കിൽ ചെയ്യുമ്പോഴത്തേക്ക്. അതാണ് ഈ പിങ്ക് കളർ ഞാനിവിടെ എടുത്തത്. നല്ല നീളത്തിൽ നമുക്ക് യഥേഷ്ടം നമുക്ക് ഇഷ്ടാനുസരണമുള്ള നീളം എടുക്കാം. ഞാൻ ഇത്രയും നീളം എടുത്തതേ ഉള്ളൂ. അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് റെഡിയാക്കുന്നത്. ഇത് രണ്ടായിട്ട് മടക്കി അതിന് ഷേപ്പ് ചെയ്യാനായിട്ട് അതിന് വീണ്ടും സെൻറ്റർ കൊണ്ട് ഇതുപോലെ മടക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കട്ടിങ്സിന് വ്യത്യാസം വരാതെ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സിഗ്സാഗ് കട്ടിങ്ങാണ്. അതിനെ രണ്ടായിട്ട് മടക്കി പകുതി കൊണ്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് അതിനെ ഒരു ഷേപ്പിൽ വളച്ച് കൊണ്ട് താഴോട്ടും കൂടി കുറച്ച് കട്ട് ചെയ്തപ്പോഴത്തേക്ക് കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. ആ ഒരു സിഗ്സാഗ് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി നമ്മൾ ആ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടിൻ്റെ ഷേപ്പിൽ, അതായത് നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ടൊരു മുട്ട് പോലെ ആ ഒരു ഗോൾഡൻ വയറിൽ കെട്ടി വരിഞ്ഞെടുക്കുകയാണ്. ഈ മുട്ടിൽ മറ്റുള്ള ഫ്ലവേഴ്സിനെ കഴിയൊക്കെ നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് സാറ്റൻ റിബണിൽ. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ടാണ്. ഇത് മുട്ടിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല വിരിഞ്ഞ വലിയ ഫ്ലവറാക്കി എടുക്കാൻ പറ്റും. എങ്കിലോ മറ്റുള്ള ആ ഒരു പെറ്റൽസിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ഇതെല്ലാ പെറ്റൽസ് രണ്ടായിട്ട് മടക്കി വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ രണ്ടായിട്ട് മടക്കുമ്പോഴത്തേക്ക് ഒരു 5 എണ്ണം ഉള്ളതിനൊരു കുറച്ചും കൂടി ഉള്ളിലോട്ട് ഒരുപാട് പെറ്റൽസ് ഉള്ളതായിട്ട് തോന്നും. ഇത് യെല്ലോ കളറിലെ സാറ്റൻ റിബണാണ്. എൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് കട്ട് ചെയ്തതാണ്ടില്ലേ. എപ്പോഴും സാറ്റൻ റിബൺ യൂസ് ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ലൈറ്ററാണ്. അത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റ്ലി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സൈഡ് അല്ലെങ്കിൽ ഈ നൂല് ഇളകി പോവും. അതുകൊണ്ടാണ് ഈ ലൈറ്റർ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു 10, 15, 20ഓളം പെറ്റൽസുകൾ റെഡിയാക്കി ഇനി ആ ഒരു മുട്ട് പോലെ ചെയ്തതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ ആ യെല്ലോ നമ്മൾ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുത്ത് അതിനുശേഷം ഓരോ പെറ്റൽസായിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് വരുമ്പോൾ കംപ്ലീറ്റ് നിറയുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഫ്ലവറായി കഴിഞ്ഞെന്നുള്ളതാണ്. കണ്ടില്ലേ, ഓരോന്ന് നമ്മൾ അത്രയും മുട്ടൻ ഫ്ലവറാകും. നമുക്ക് വേണമെങ്കിൽ ഇതിലും വലിയ ഫ്ലവർ നമുക്ക് ആ ഒരു മുട്ടിൻ്റെ വലിപ്പം വലുതാക്കിയാൽ ഇതിലും വലിയ ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഫ്ലവറിൻ്റെ തൊട്ട് അടിയിലോട്ട് വെക്കാനായിട്ട് ഒരു ഗ്രീനാണ്, കണ്ടില്ല, ഗ്രീൻ്റെ ലീവ്സ് പോലെ നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു 3 എണ്ണം കട്ട് ചെയ്ത് അതും ഈ ലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇത് ലീവ്സ് കട്ടിങ്ങാണ്. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് തന്നെ രണ്ടായിട്ട് മടക്കി അത് വെറുതെ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ നല്ല ലീവ്സും ഫ്ലവേഴ്സും ആക്കി എടുക്കാൻ പറ്റും. മനോഹരമായിട്ടുള്ള ഫ്ലവറായി.